ഹായ്, പ്രൈസ് ഗാഡ്. അപവാദങ്ങൾക്ക് മുമ്പിൽ അടിപതറിപ്പോകുന്ന ഒരുപാട് പേരെ നമ്മുടെ സമൂഹത്തിൽ നാം കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ സന്ദേശം. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഈ യാക്കോബിനെയും യോഹന്നാനെയും ഇടിമക്കൾ എന്നാണ് പഠിപ്പിക്കുന്നത്. അവർ ആരെ ഇടിച്ചതെന്ന് നമുക്കറിയില്ല. ആരെ ഇടിക്കാതെ തന്നെ ഇടിമക്കൾ എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു പേര് വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം നിർബന്ധമില്ല. ഞാൻ ഓർക്കുന്നു, ബാക്ക് ബെഞ്ചിൽ വളരെ ശാന്തമായിരിക്കുന്ന ഒരു സഹോദരൻ സ്കൂളിൽ പഠിക്കുന്ന കാലം. അവനങ്ങനെ ആരോടും വലിയ കാര്യമായിട്ട് മിണ്ടുകയില്ല. മിണ്ടാതിരിക്കുന്നവനെ ഊമൻ എന്നാണ് വിളിക്കുന്നത്. കണ്ടോ, ഒരു പേര് വരാൻ നമ്മളൊന്നും ചെയ്യണം നിർബന്ധമില്ല, ഒന്നും പറയണമെന്ന് നിർബന്ധമില്ല. ചിലതൊക്കെ നമ്മുടെ തലയ്ക്ക് വരും. 100% നാം ഈ സമൂഹത്തിൽ നന്നായിട്ട് ജീവിച്ചാൽ നമുക്ക് 5 മാർക്ക് ഈ സമൂഹം തരികയുള്ളൂ. 5 മാർക്ക്. ആ നെല്ലിമരം എനിക്ക് പുല്ലാണ് എന്ന് പറഞ്ഞ് ജീവിക്കാൻ നാം തയ്യാറുണ്ടെങ്കിൽ നാം ജയിക്കും. യേശു കർത്താവിനെ വേശ്യാപുത്രനെന്നും മറ്റുമൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ നടുവിലൂടെ ശാന്തമായി കർത്താവ് യാത്ര ചെയ്യുകയാണ്. തൻ്റെ ദൗത്യങ്ങൾ നന്നായി നിർവഹിക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലും നാം നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിച്ച് മുമ്പോട്ട് പോകുന്നവരായിത്തീരുക. വചനങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് മൈറ്റി.